നമസ്കാരം. ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടുള്ള ഒരു സീരീസിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ആദ്യത്തെ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടാമത്തെ വീഡിയോയിലുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാല്, എങ്ങനെയാണ് എൻ്റെ കഴിവുകൾ സ്വയമായി ഞാൻ കണ്ടെത്തുക എന്നുള്ളതാണ്. എല്ലാവരുടെയും ഏറ്റവും വലിയ സംശയം അതാണ്. ഒറ്റ ആൾക്ക് പോലും അവനവന്റെ കഴിവ് കണ്ടെത്താൻ പറ്റില്ല, അവനവന്റെ കുഴപ്പങ്ങളും ചിലപ്പോൾ കണ്ടെത്താൻ പറ്റില്ല. നമ്മൾ എപ്പോഴും എന്താണ്, മറ്റുള്ളവരുടെ കഴിവുകളും മറ്റുള്ളവരുടെ നെഗറ്റീവ്സും പറയാൻ താല്പര്യപ്പെടുന്നവരാണ്. അല്ലെങ്കിൽ നമ്മളുടെ കഴിവ് നമ്മൾ കാണുകയില്ല. ഒരു വസ്ത്രം നന്നായി ധരിച്ച് നിങ്ങളെ കാണാൻ ഭംഗിയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പൊ ആദ്യം പറയാ, അതാ നല്ല ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്നെന്താണാവോ അങ്ങനെ, അതല്ലെങ്കിൽ വെറുതെ പൊക്കണ്ട, ഇത്തരം കാര്യങ്ങളെ നമ്മൾ പറയുള്ളൂ. അല്ലാതെ ഒരിക്കലും താങ്ക് യു പറഞ്ഞിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മളെ മനസ്സിലാക്കാനോ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാനോ കഴിയാത്ത ഒരു സാഹചര്യത്തില് എങ്ങനെയാണ് നമ്മളുടെ കഴിവുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക? വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസിലൂടെ നമുക്കത് കണ്ടെത്താൻ പറ്റും. ഒരുപാട് പേരോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണത്. അത് ഒരു കണ്ണാടി നോക്കി നമുക്ക് പറയാൻ പറ്റും. അതിനപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഒരു ഡയറി കീപ്പ് ചെയ്യാം. ആ ഡയറിയില് നമ്മളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, നമ്മളുടെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോ നമുക്ക് ശരിക്കും വേറൊരാളോടായിരിക്കും എൻ്റെ കഴിവിനെ കുറിച്ച് പറയാൻ മടി ഉണ്ടാവുക. അത് ചെറുപ്പകാലത്തില് നമ്മളുടെ ബിലീഫ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ചില ഇൻഹിബിഷൻസ് ആണ്. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നമ്മളുടെ കഴിവുകൾ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് നമ്മൾ പറയുന്നത് SP, സ്വയം പൊക്കി എന്നുള്ള ഭാഷയിലാണ് എന്നാണ്. പണ്ട് മുതലേ എല്ലാവരും പറയാ, നമ്മളുടെ കാര്യം എപ്പോഴും എല്ലാവരോടും പറയരുത് കേട്ടോ എന്നാണ്. അതായത് അവനവന്റെ കഴിവ് പറഞ്ഞത് കൊണ്ട് കുഴപ്പമില്ല, അവനവന്റെ കഴിവ് ആക്സെപ്റ്റ് ചെയ്ത് കൊണ്ട് കുഴപ്പമില്ല. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇത് തന്നെ വെറുപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അത് കുഴപ്പമായിട്ട് മാറുന്നത്. അത് പാത്രമറിഞ്ഞ് ദാനം ചെയ്യാവോ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളത് എവിടെ പറയണം, എങ്ങനെ പറയണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മളോട് തന്നെയാണ് പറയേണ്ടത്. മറ്റുള്ളവർ നമ്മളെ എന്തെങ്കിലും തരത്തിൽ ഇകഴ്ത്തി സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈ കുട്ടി മെസ്സേജ് ഇട്ടതിൽ അല്ലെങ്കിൽ ഈ കുട്ടി എഴുതിയതിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് എന്താന്ന് വെച്ചാല്, ആ കുട്ടിയുടെ കഴിവുകേടിനെ കുറിച്ച് കൂടുതലായിട്ട് എല്ലാവരും പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കഴിവുകേടിനെ കുറിച്ച് പറയുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ കഴിവിനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള നമ്മുടെ സ്ട്രെങ്ത്തിനെ പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെ കണ്ടെത്താൻ പറ്റും? നമ്മൾ വിചാരിക്കും ഇതിലിപ്പോ എന്താണ്, അയ്യോ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല, എനിക്ക് എഴുതാൻ അറിയില്ല, ഒക്കെ നമ്മൾ അറിയില്ല പറയും. കാരണം ചെറുതു മുതലേ നമ്മൾ കേൾക്കുന്നത് നമ്മളുടെ കഴിവുകളെ കുറിച്ചല്ല, കഴിവുകേടുകളെ കുറിച്ചായിരിക്കും. നീ ഇപ്പൊ പരീക്ഷയിൽ മാർക്ക് മോശമായാൽ നിനക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ അറിയില്ല, നീ ശരിയല്ല, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തു, നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ, ഇങ്ങനെ കേട്ട് നമ്മളുടെ കഴിവുകളെ നമ്മൾ ഒരു ദിക്കിലായിട്ട് അടക്കി ഒരു പെട്ടിയിൽ എടുത്തു വെച്ചിരിക്കുകയാണ്, നമ്മുടെ മനസ്സാവുന്ന പെട്ടിയിൽ. അപ്പൊ ഈ മനസ്സെന്ന് അതിനെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ചിലപ്പോൾ ഒരു ദിവസം ഒരു കഴിവാണ് നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ എങ്കിൽ അത് എഴുതാവുന്നതാണ്. ഇപ്പൊ നന്നായി ചിരിക്കാൻ അറിയാം, അത് വലിയൊരു കഴിവാണ്. ആൾക്കാർക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവായിട്ടൊരു ഫീല് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കഴിവാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവാണ്, എത്രയൊരു നല്ല കഴിവാണ്, നല്ലൊരു വൈബ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പല ഭാഷയിൽ ഉപയോഗിക്കും ഇന്നത്തെ കാലഘട്ടത്തില്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പൊ എനിക്ക് എൻ്റെതായിട്ടുള്ള കഴിവുകൾ എനിക്ക് തോന്നുന്നത്, എനിക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, അല്ലെങ്കിൽ എനിക്ക് നന്നായി ചിരിക്കാൻ അറിയാം, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ളത് ഒരു കഴിവാണ്, എഴുതാൻ അറിയുന്നത് ഒരു കഴിവാണ്, യാത്രകൾ ചെയ്യുന്നത് ഒരു കഴിവാണ്. യാത്രകൾ ചെയ്യുമ്പോൾ വെറുതെ കുറെ യാത്രകൾ ചെയ്യല്ല നമ്മൾ ചെയ്യട്ടെ, അവിടെയുള്ള വ്യക്തികളെ അല്ലെങ്കിൽ അവിടുത്തെ സംസ്കാരങ്ങളെ, അവിടുത്തെ രീതികളെ ഒക്കെ നമ്മൾ പഠിച്ചെടുക്കുകയും അറിഞ്ഞെടുക്കുകയും നല്ലതാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ ആളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് ആളുടെ മുഖത്തെ എക്സ്പ്രഷൻ കൊണ്ടും ആളുടെ വാക്കുകളിലുള്ള ഇമോഷൻസിനെ കൊണ്ടുമാണ് നമുക്ക് മനസ്സിലാക്കുക. ഇത്തരം ഒബ്സർവേഷൻസ് നമുക്ക് എപ്പോഴും നല്ലതാണ്. ആ ഒബ്സർവേഷൻസ് നമുക്ക് നമ്മളിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും. അത് എത്ര കണ്ട് ഗുണകരമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലുള്ള ഒരു എക്സർസൈസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമ്മളുടെ പഠനത്തിനാണെങ്കിലും നമ്മളുടെ കരിയറിലാണെങ്കിലും ലൈഫ് മുന്നോട്ട് പോകുന്ന ഏത് കാര്യത്തിലാണെങ്കിലും വളരെയധികം ഉപയോഗപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനായിട്ട് ഈ എക്സസൈസ് ഒന്ന് ചെയ്തു നോക്കുക. ഒപ്പം തന്നെ അത് കമന്റ് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്